കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ പണി വരില്ല. പക്ഷേ തെറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനത്തെ സംഭവമുണ്ട്. ഇത് CNG ആയിട്ട് കുറെ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഡിക്കിയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ CNG ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20+ മൈലേജ് ആവും. ഇതിനൊന്നും പറഞ്ഞൊരു ആവശ്യമില്ല. അല്ല പറയാൻ ആരുടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മാരുതി വണ്ടി പ്രത്യേകിച്ച്. ടയേഴ്സ് ഫ്രണ്ടിൽ അടിപൊളിയാണ്. ബാക്കും ഒരു ഒരു 70 അടുത്തുണ്ട്. ഫുൾ ലോ കിലോമീറ്റർ വാഹനമാണ്. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. 2019 സീറ്റാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വിലയാണ്. ഫുൾ ഓണും. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും ട്രൂ ചോയ്സിൽ എത്തിയിരിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് ഒന്നും ഇല്ല അനീസ്ക. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം നമ്മൾ ഒരു മാസം ചെയ്യാതെ പോയി. കഴിഞ്ഞ മാസം എന്ത് പറ്റിയെന്നില്ല. കാരണം ഒന്നാമത് നല്ല റഷായിരുന്നു. പെരുന്നാളും വിഷുവിന്റെ ഒക്കെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തിരക്കിൽ ഞാൻ വിട്ടുപോയി. ഇങ്ങോട്ടും വിളിച്ചില്ല. ഓക്കെ, ഒരു മാസം ഗ്യാപ്പായി പോയി ഈ കാലയളവിനിടക്ക്. അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് വരിക. ഓക്കെ, എന്താ പറയുക, ഇപ്പോൾ ഈ മാസം ഏപ്രിൽ 2024 ഇന്നത്തെ ഡേറ്റ് വരെ ഏകദേശം 84 വാഹനം വിറ്റ് പോയിട്ടുണ്ടല്ലേ? ഞാൻ ഇവരുടെ ബോർഡിൽ കണ്ടാണ്, ബോർഡിൽ വായിച്ചാണ്. കഴിഞ്ഞ മാസം റെക്കോർഡ് 133 നമ്പർ കഴിഞ്ഞ മാസം. അടിപൊളി. ഏറ്റവും നമ്മുടെ ട്രൂ ചോയ്സിന്റെ ഹൈയസ്റ്റ് നമ്പർ 134. കൺഗ്രാറ്റ്സ്. ഈ മാസം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പലർക്കും പല ഏരിയകളിലും എല്ലാവരും പറയുന്നു ഡൗൺ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് പൈസ കുറച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടുക. അതെ, ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുക. പിന്നെ പലരും വില കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വാഹനം വാങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന്റെ ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടന്റ്. കാരണം വാഹനം എടുത്തു കഴിഞ്ഞാൽ വർഷാപ്പ് പോയി നടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ 130 വാഹനം കൊടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 10 വാഹനത്തിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, നമ്മൾ കാണാത്തൊരു കംപ്ലൈൻറ്റ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം വിലയ്ക്ക് ഞങ്ങൾ നിങ്ങളുടെ വാഹനം വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വാഹനം വിൽക്കാനുള്ള കോൺടാക്ട് നമ്പറാണ് താഴെ കൊടുക്കുന്നത്. ട്രൂ ചോയ്സിൻ്റെ കോൺടാക്ട് നമ്പർ മുകളിൽ ഈ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇവരടുത്ത് വാങ്ങാം. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോ എടുക്കാം. ഓക്കെ. ആദ്യ വാഹനം Volkswagen പോളോ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? പെട്രോൾ വാഹനമാണ്. 2014 മോഡൽ ഹൈലൈന്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടി. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ. വലിയ ഓട്ടം പോയിട്ടില്ല. നോർമൽ സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ പോയിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് മുതൽ എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. 1.4 വരുന്നത് 1.2 പെട്രോൾ 1.2 എഞ്ചിനാണ്. ഡീസൽ 1.2 1.5 ഉണ്ടായിരുന്നു. പോളോ അല്ലെങ്കിൽ വോക്സ്വാഗൺ വാഹനങ്ങൾ മെയിൻ്റനൻസ് കൂടുതലാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? മെയിൻ്റനൻസ് ഡീസലിന് കൂടുതലാണ്. പെട്രോളിന് വലിയ മെയിൻ്റനൻസ് വരാറില്ല. ഡീസലിന് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ പണി വരില്ല. പക്ഷേ തെറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനത്തെ സംഭവമുണ്ട്. ഓക്കെ, വേറെ പണിയൊന്നും നിലവിൽ വേറെ വർക്കോ കാര്യമൊന്നുമില്ലല്ലോ? നിലവിൽ കാര്യപ്പെട്ട വർക്കൊന്നുമില്ല. പിന്നെ ഒരു വർക്കും ഇല്ലാന്ന് ഒരിക്കലും ഒരു വാഹനത്തിലും പറയാൻ ചില്ലറ വർക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് സസ്പെൻഷൻ വാങ്ങുന്നല്ലോ. അപ്പോൾ നിലവിലെ കണ്ടീഷനിൽ നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ വീക്കോ കാര്യങ്ങളൊന്നും എന്നാലും ഒരു വാഹനം എടുക്കുമ്പോൾ ഒരു കസ്റ്റമർ 10,000 രൂപ എങ്ങനെയായാലും മാറ്റി വെക്കണം. യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും പലർക്കും ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവും. ഒരു പണി ഉണ്ടാവും. ചിലർക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ കാണണം, എന്തായാലും മൈൻഡിൽ കാണണം. അത്രേ ഉള്ളൂ. എന്തായാലും മേജർ ആയിട്ടുള്ള വർക്കുകൾ, എഞ്ചിൻ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ ലോസ്, ഫ്ലഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവും. അത് ഇവിടെ ഒരു വാഹനത്തിന് കിട്ടും. ഓക്കെ, അത് ഉറപ്പ് നൽകാം. അപ്പോൾ മൈലേജ് ഒരു 12 മുതൽ 15 ഉള്ളിലൊക്കെ ആയിട്ട് മൈലേജ് പ്രതീക്ഷിക്കാം. 12 to 15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കും കിട്ടും. അപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇപ്പോൾ ആസ്കിങ് നോക്കണ്ട 4.75 നമുക്ക് നെറ്റ് ഈ മാസത്തിലെ മന്തിൻ്റെ ഓഫർ റേറ്റ് 4.35 നമുക്ക് നെറ്റ് കൊടുക്കാം. നമ്മൾ 133 തുടക്കത്തിൽ നമ്പർ പറഞ്ഞത്. ഈ പ്രാവശ്യം 134 84 ഇന്നത്തെ ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എത്തിക്കാൻ അത്രയും പ്രൈസ് കുറച്ചിട്ട് നമുക്ക് ഈ മാസം മന്തിൻ്റെ വരെ മാക്സിമം സെയിൽ 4.35 കൊടുക്കാം. സാധാരണ 10, 15, 20 നമുക്ക് ഗ്യാപ്പുള്ളത്. ഡേറ്റ് 24 ഏപ്രിൽ 24. ഇനി 6 ദിവസം കൂടിയുള്ളൂ അല്ലേ? പെട്ടെന്ന് തന്നെ വന്നോളൂ. അപ്പോൾ 2014 ഹൈലൈൻ പോളോ പെട്രോൾ പോളോ ആണ്. 4,35,000 ഫൈനൽ റേറ്റ് ആണ്. അതിലൊരു 3.25 ലോൺ കയറും. 3.25, 4 വരെ നമുക്ക് ചെയ്യാം. 4 വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ എമൗണ്ടിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു പോളോ. അടുത്ത വണ്ടിയിലേക്ക് പോലോ. ഹ്യുണ്ടായി എക്സെന്റ് ആണ് അടുത്തത്. ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം. KL4 രജിസ്ട്രേഷൻ. നമ്മുടെ i10 ഗ്രാൻഡ് സെഡാൻ കാറ്റഗറിയാണ്. ഇത് തുടക്കത്തിൽ എനിക്ക് ഇവിടുന്ന് ചെയ്ത് ഓർമ്മയുണ്ട്. നമ്മൾ ഡൗട്ട് അടിച്ചിട്ടായിരുന്നു ചെയ്തതല്ലേ? മാർക്കറ്റ് ഉണ്ടോ പോവോ എന്ന് അറിയാണ്ട്, എത്രയാന്ന് ഒന്നും അറിയാണ്ട്. ഇപ്പോൾ കുറേ വണ്ടി പോയിരുന്നു തോന്നല്ലോ. ഒത്തിരി വണ്ടി. അത്യാവശ്യം എൻക്വയറി ഉള്ള വാഹനം, സെഡാൻ വാഹനം ആയതുകൊണ്ട്
എൻക്വയറി ഉണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ എസ് സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ. 1.2 കാപ്പ എഞ്ചിൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, 70 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. പെട്രോൾ വാഹനം. ഒരു 15-16 ഇഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. പിന്നെ എസ്സിലെ സ്റ്റാരിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഒരു വിധപ്പെട്ട 4 ഡോർ AC പവർ സ്റ്റാരിംഗ്, കമ്പനി സ്റ്റീരിയോ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. വില 3.88 ആണ് ഇവിടെ ആസ്കിങ്. നമുക്ക് 3.50 36 രൂപ ഓഫറിൽ 3.5 നെറ്റ് കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 2016 എസ് ഓപ്ഷൻ ഹ്യുണ്ടായി എക്സെന്റ് സ്വന്തമാക്കാം. ഓക്കെ. ഒരു 3.25 റേഞ്ചിൽ നമുക്ക് 3.20 3.25 വരെ ഫിനാൻസും കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് 25,000 50,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. 50,000 വേണ്ട, ഒരു 25,000 കണ്ടു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. ഒരു സഡൻ വാഹനം 2016 മോഡലുള്ള വാഹനം. 5 വർഷത്തേക്ക് വരെ EMI സൗകര്യം ലഭിക്കും. EMI ഏകദേശം 7,500 റേഞ്ചിൽ EMI വരും. നമ്മൾ നേരത്തെ കണ്ട പോളോനോ ഏകദേശം നമ്മൾ പറയാൻ മറന്നുപോയി. ഏകദേശം 4 വർഷത്തേക്കായിരിക്കും വരിക. ഒരു 10 രൂപ റേഞ്ചിൽ. 10 രൂപ പോളോന് നേരത്തെ കണ്ട പോളോന് EMI ഉണ്ടാവും. ഓക്കെ. അത്രയേ ഉള്ളൂ. പെട്രോളിൻ്റെ വലിയ മെയിൻ്റനൻസ് കാര്യമൊന്നും കാര്യങ്ങളൊന്നും അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നു. നല്ല സാധനമാണ്. ഇത് CNG ആയിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഡിക്കിയിൽ സ്പേസുകളുണ്ട്. CNG ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20+ മൈലേജ് ആവും. നല്ല മൈലേജ് കിട്ടും. മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവായിരിക്കും. ഓക്കെ. അടുത്ത കുട്ടി വണ്ടിയാണ്. ആൾട്ടോ 800 KL5 കോട്ടയം വണ്ടിയാണ്. അതെ, നല്ല നീറ്റാണല്ലോ. 2023 അല്ലേ? വെറുതെ അല്ല. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ ഡീറ്റെയിൽ? 23 12,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. VXI ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ LXI VXI 2 ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ. വേറെ ഒന്നും നോക്കാല്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയാതെ കണ്ടീഷനിൽ. മാരുതിൻ്റെ വാറണ്ടി എത്ര വരെ ഉണ്ടാവും? മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. 5 വർഷം വാറണ്ടി ഉണ്ടാവും. 5 അല്ലെങ്കിൽ 3 എന്തായാലും ഉണ്ടാവും. 3 വർഷം കിട്ടും. അപ്പോൾ 2026 വരെ ഓൾറെഡി കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കമ്പനി വാറണ്ടി. ഓക്കെ. പിന്നെ ഇതിനൊന്നും വാറണ്ടി ആവശ്യമില്ല. അല്ല, പറയാൻ വാറണ്ടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മാരുതി വണ്ടി പ്രത്യേകിച്ച്. ഓക്കെ. നീറ്റ് വണ്ടിയില്ല. ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ല. ഒരു മച്ചിങ് എന്തോ വീണ് ചെറിയൊരു കുത്തോടുണ്ട്. അത് മാത്രമാണ് ഒരു ബോഡിക്കകത്തൊരു ചെറിയ പോരായ്മയെങ്കിലും എടുത്ത് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീന്. ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന Alto 900 എടുക്കാൻ ആഗ്രഹമുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഷോറൂമിൽ Alto 900 അവൈലബിൾ അല്ല. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ പറ്റിയ വാഹനം. VXI ആയതുകൊണ്ട് 2 എയർ ബാഗ് വരും. കമ്പനി സ്റ്റീരിയോ വരും. സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇവിടെ 4.15 എൻ്റെ വീഡിയോയിൽ 3.95 പറഞ്ഞുള്ളത്. നിന്റെ വീഡിയോയിൽ 3.90 നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മന്തിന്റെ സ്പെഷ്യൽ ഓഫർ. നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. 5000 കുറച്ച് തന്നിട്ടുണ്ട്. പിന്നെയും 3.90 നമുക്ക് ഇട്ട് കൊടുക്കാം. 3.90 2023 12,000 കിലോമീറ്ററുടെ VXI Alto 800 സ്വന്തമാക്കാം. കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ഒരു 20 റേഞ്ച് ഷുവറായിട്ട് മൈലേജും കിട്ടും. മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. EMI 3.4 വരെ അത്യാവശ്യം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3.5 വരെ ലോൺ സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസത്തവണയിൽ 7,500 റേഞ്ചിൽ EMI വരും. 7,500. ഓക്കെ. വീണ്ടും ഒരു കോമ്പാക്ട് സെഡാൻ വാഹനമാണ്. സ്വിഫ്റ്റ് ഡിസയർ KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ ഉള്ള വാഹനം. തലശ്ശേരി രജിസ്ട്രേഷൻ. പെട്രോൾ VXI. ഓക്കെ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനം. അതെ. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1 ലക്ഷം കിലോമീറ്റർ. മോഡൽ 2016 മോഡൽ. 1 ലക്ഷം. ഓക്കെ. 1.3 ലിറ്റർ എഞ്ചിൻ വരുന്നത്. കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനം വരില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ടാവല്ലോ. ഒരു 15 ആവറേജ് മൈലേജ് കണക്കാക്കാം. അതിൽ കൂടുതൽ നമ്മൾ ഡ്രൈവിംഗ് കാര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ. 15 ആവറേജ് മൈലേജ്. പക്ഷേ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ക്ലെയിം ഒന്നും ഇല്ലല്ലോ. മേജർ ആയിട്ടുള്ളൊന്നുമില്ല. കുറച്ച് റീപെയിൻറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ കാര്യപ്പെട്ട വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം. ടയേഴ്സ് ഫ്രണ്ടിൽ അടിപൊളിയാണ്. ബാക്കും ഒരു 60%. ഒരു 70 അടുത്തുണ്ട്. ഓക്കെ. എത്ര ഇപ്പോൾ ഫൈനലല്ലേ പറയുന്നത്? നമ്മളല്ലോ ഫൈനൽ നമുക്ക് 4.30 കൊടുക്കാം. 4,30,000 രൂപയ്ക്ക് 2016 VXI 1 lakh കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ഡിസയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. KL 58 രജിസ്ട്രേഷൻ വാഹനമാണ്. ലോൺ EMI കൂടെ ഒന്ന് പറഞ്ഞെടുത്തേ. മാക്സിമം ലോൺ 4.30 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും അല്ലേ? ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വാല്യൂഷൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അതെ. എന്തായാലും 2016 നോർമലി 4.25 റേഞ്ചിൽ എന്തായാലും റേറ്റ് വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ലോൺ കിട്ടുന്നത്. അല്ലാതെ വണ്ടിയുടെ കംപ്ലീറ്റ് കൊണ്ടോ ഒന്നുമല്ല വില പറയുന്നത്. ഓക്കെ. അത്രയേ ഉള്ളൂ. EMI പറഞ്ഞല്ലോ 5 വർഷത്തേക്ക് 4.30 ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 രൂപേൻ്റെ റേഞ്ചിൽ 800 ആ റേഞ്ചിൽ 10ന്റെ റേഞ്ച് ഏകദേശം പറയുന്നത്. ചെറിയ മാറ്റം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഏകദേശം ആ റേഞ്ചിലാണ് വരുന്നത് 5 വർഷത്തേക്ക്. ഓക്കെ. ഓക്കെ. അടുത്തതാ ഒരു 7 സീറ്റർ വന്നിരിക്കുകയാണ്. റെനോ ട്രൈബർ ആണ്. KL 1 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ. കുറേ ഉണ്ടല്ലോ ട്രിവാൻഡ്രം. ഇപ്പം ഞാൻ 2 ദിവസം ചെയ്യുന്ന ഷോറൂമിൽ അധികം ട്രിവാൻഡ്രം വണ്ടി കാണുന്നുണ്ട്. കുറേ വണ്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. വണ്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച 2-3 വണ്ടികൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് അങ്ങോട്ട് ഡെലിവറി പോയി. കസ്റ്റമർ പറഞ്ഞോളൂ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ RXT. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 29,000 കിലോമീറ്റർ. ഫുള്ളിൻ്റെ തൊട്ട് താഴെ മിഡിൽ ഓപ്ഷൻ. 29 വളരെ ലോ കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ ആണ്.
പിന്നെ RXT എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, 2 പവർ വിൻഡോ, 4 ഡോർ വരുന്നുണ്ടോ? AC സെൻട്രൽ വരുന്നല്ലോ, ഇതിൽ വരുന്നില്ലല്ലോ AC സെൻട്രൽ. RXT അകത്ത് വരുന്നത് സെൻട്രൽ AC 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ AC ഉണ്ട്, സെൻട്രൽ AC വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വാഹനം. ഓക്കെ, ഫുൾ ലോ കിലോമീറ്റർ വാഹനമാണ്. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു ഏവറേജ് ഒരു 12-15 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഒരു അത്യാവശ്യം 7 സീറ്റിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോളിൽ 1000 cc വരുന്ന വാഹനം അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. ഓക്കെ, ബാക്ക് റോക്ക് കുട്ടികൾക്കാണ് ഏറ്റവും ഒന്നുകൂടി നല്ലതാണ്. 7 സീറ്റ് ആണെങ്കിൽ പോലും അത് ഒരുവിധം എല്ലാ 7 സീറ്റും ഇപ്പോൾ ഫോർച്യൂണർ മുതലെല്ലാം ബാക്ക് റോ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അല്ല നമ്മുടെ ഫോർച്യൂണർ വലിയ പ്രശ്നമൊന്നുമില്ല. ഫോർച്യൂണർ ഇന്നോവ ഞാൻ ഉപയോഗിക്കുന്ന ഫോർച്യൂണർ എനിക്ക് നിങ്ങളെ പറ്റൂല, നിങ്ങളായിട്ട് പറ്റൂല, അതേ പറഞ്ഞത്. അല്ല ഞാൻ ഇപ്പോൾ കാരൻസ് ഫോർച്യൂണറൊക്കെ പുറകിൽ കയറി എൻ്റെ ഒരു ഹൈറ്റുള്ള ആളൊക്കെ കയറി ഇടുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? ആസ്കിങ് എത്രയാ? 5,65,000 5,65,000 ആസ്കിങ് ആണ്. എത്രയാണ് ഫൈനൽ? 60 ദിവസം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വണ്ടി സ്റ്റോക്ക് ആയിട്ട് 60 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 65,000 രൂപ കട്ടിട്ട് 5 ലക്ഷം രൂപയ്ക്ക് ഓഫർ കൊടുക്കുക. ഈ മന്തിൻ്റെ ഓഫർ ഫൈനൽ റേറ്റ് ആണ് 5 ലക്ഷത്തിന് 2019 RXT ഫൈബർ സ്വന്തമാക്കാം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പക്ഷേ കണക്കാക്കും. അപ്പോൾ 65,000 രൂപയാണ് ഇതിനകത്ത് മാർജിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലല്ല, പർച്ചേസ് കോസ്റ്റിനേക്കാളും കുറച്ചിട്ടാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ചില 60 ദിവസമായി കഴിഞ്ഞാൽ വണ്ടികൾ പോകണം. അത് ലോസിലാണെങ്കിലും സാധനം സെയിൽ ചെയ്യണം. നമ്മളവിടുത്തെ റൂള് റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 5,65 ആയിരിക്കും കാറ്റലോഗിൽ എല്ലായിടത്തും കാണാൻ പറ്റും. 65,000 രൂപ ഓഫറിൽ കൊടുക്കാം. ഓക്കെ, അത്രയും കുറച്ചിട്ടുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ബലെനോ, മാരുതി സുസുക്കി ബലെനോ, KL 27 രജിസ്ട്രേഷൻ ബലെനോ ആണ്. ന്യൂ ഷേപ്പ് ആണല്ലോ ഇത്? ന്യൂ ഷേപ്പിലിരുന്ന ബലെനോ 2019 മോഡല്. ഓക്കെ, സീറ്റ വേരിയന്റ്, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ആദ്യം തന്നെ പറയുന്നത് ഇന്നലെ ടീം ബുക്കിംഗ് ചെയ്തു, ഫിനാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കൺഫേം ആയിട്ടില്ല. അപ്പോൾ കൺഫേം ആയിട്ടില്ലെങ്കിൽ കൺഫേം ആയിട്ട് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുക. അത് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. നല്ലൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫിനാൻസ് പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. 2019 ബലെനോ പെട്രോൾ, ബോണ്ട് റീപ്ലേസ് ഉണ്ട്, ക്രോസ് ബമ്പർ റീപ്ലേസ് ഉണ്ട്. ആകെ നെഗറ്റീവ് അതാണ്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഒറിജിനൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്തിട്ട് എത്ര കാലമായി ഈ റീപ്ലേസ്മെന്റ്? 2021 അങ്ങാണ്ട് ചെയ്തു. 2021 ചെയ്തതാണ്. അതിനുശേഷം കുറച്ച് വേറെ പണികളൊന്നും ഇപ്പം ഇല്ലല്ലോ? ഇല്ല, അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല. മേജറായിട്ടുള്ള അപ്രോണമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ക്രോസ് ബമ്പർ മാത്രം സ്വാഭാവികം വരുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. സീറ്റാണ് വേരിയന്റ് വരുന്നത്. അലോയ്സ് വരുന്നുണ്ട്. പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നത്. കമ്പനി സ്റ്റീരിയോ, സ്റ്റാരിംഗ് കൺട്രോൾ. ആൽഫയായിട്ട് വരുമ്പോൾ എന്താ മാറ്റം വരിക? സ്റ്റീരിയോ ഉള്ളൂ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്താ മാറ്റുന്നത്? ചെറിയൊന്ന് മാറ്റമേ ഉള്ളൂ തോന്നുന്നു ആൽഫയിലേക്ക് വരുമ്പോൾ. അല്ല, പ്രൊജക്ട് എല്ലാം പോകുന്നില്ല, എല്ലാ സാധനത്തിനകത്ത് എല്ലാം വരുന്നുണ്ട്. അല്ലാണ്ട് ചെറിയ എന്തോ മാറ്റം വരുന്നുള്ളൂ ആൽഫയായിട്ട് വരുമ്പോൾ. പിന്നെ സാധാരണ മറ്റുള്ള വാഹനങ്ങളിൽ ഡിസ്പ്ലേ വരാറില്ല, ഇതിനകത്ത് ഡിസ്പ്ലേയും വരുന്നുണ്ട്. എന്താണെന്നുള്ള അറിയുന്ന ഒരു കമന്റ് ചെയ്യട്ടെ. ബാക്കി ഒരുപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും കാണുന്നുണ്ട്. എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സീറ്റ് കവർ അൽഫക്കകത്ത് വ്യത്യാസം തോന്നുന്നു. ലെതർ സീറ്റ് കവർ ആണ്. അങ്ങനെ എന്തൊക്കെ 1-2 ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. എത്ര പാസ് ചെയ്യുന്നതിന് ഫൈനൽ? 2019 മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്ത് എത്ര ഉണ്ടാവും? ആസ്ക് ചെയ്യണ്ട, നിങ്ങൾ ഫൈനൽ പറ. മുമ്പത്തെ 2019 ബലെനോക്ക് എന്ത് വില ഉണ്ടാവും? ഇത്രയും വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. ജീടെക്കൊക്കെയോ? ജീടെക്ക് ഒരു 7 മുകളിൽ എന്തായാലും ഉണ്ടാവും. 7ന്റെ മുകളിൽ എന്തായാലും ഉണ്ടാവണം. മുമ്പത്തെ വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സെയിൽ ചെയ്തിട്ടുള്ളത് 7 സംതിങ് റേഞ്ചിലാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 5,65,000 കൊടുക്കാം. 5,65,000 രൂപക്ക് 5,60,000 കൺഫേം ആക്കണം. ബോണ്ട് വർക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കാണണം. കൺഫേം ആയിക്കടേ, വെറുതെ സംശയം വേണ്ട. എത്രയും വില വ്യത്യാസം വരുമ്പോൾ ഇതിനുള്ളിൽ ഒന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എഞ്ചിനും ഇല്ലേ? ക്രോസ് മെമ്പർ ഇല്ല, ഇത് മാത്രം മാറിയിട്ടുണ്ട്. അപ്രോണോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. ബോണ്ടും റീപ്ലേസ് ഉണ്ട്. ബോണ്ടും മാറി. ഈ ഒരു ക്രോസ് ബമ്പറും ബോണ്ടും മാത്രം. ഗ്ലാസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, റേഡിയേറ്റർ വർക്ക് എടുത്താണോ അതോ? റേഡിയേറ്റർ തോന്നുമ്പോൾ എന്തായാലും ചെറിയൊരു പ്രസിംഗ് കിട്ടി അതന്നെ അത് പൊട്ടിപ്പോകും. മൊത്തത്തിൽ ആ യൂണിറ്റ് മാറിയിട്ടുണ്ട്. വേറെ ഓക്കെ, അപ്പോൾ ആ ഒരു അടി കൊണ്ടാണ് ഇത് കുറച്ച് 1 ലക്ഷം റുപ്യൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. ചെറിയ കാര്യങ്ങളുണ്ട്. 2019 സീറ്റാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വിലയാണ്. ഫുൾ ഓൺ, അതുകൊണ്ട്
അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അഥവാ അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് സിവിൽ സ്കോർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വരും. കാരണം നമ്മൾ 10 കേസ് കൊടുക്കുമ്പോൾ അതിനകത്ത് 5ഉം 35,000 റിജക്ഷനാണ്. റിജക്ഷനാണ്. 80 ചില്ലാൻ കേസിൽ ഏകദേശം 60ഉം ഫിനാൻസാണ്. അപ്പോൾ ഈ മാസം വന്നത് ഫിനാൻസ് കേസുകളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ചിലപ്പോൾ റിജക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡറി ഓപ്ഷനായിട്ട് മറ്റൊരാളുകൂടിയും കണ്ടുവെക്കാം. ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഏകദേശം 2 ദിവസം കൊണ്ട് അറിയോ? അവരുടെ വൈകുന്നേരം നമുക്ക് നമ്മൾ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും അത് അറിയും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. EMI 5 വർഷം വരെ ചെയ്യാൻ പറ്റിയ ഒരു 13 സംതിങ് വെച്ചിട്ട്. 13 സംതിങ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. നേരത്തെ ബലേന ഉണ്ട്, അടുത്ത ടാറ്റ അൾട്രോസ് ആണ്. രണ്ടും പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റ് ആണല്ലേ? ഇതെങ്ങനെ വേർക്കുന്നത്? ചൂട് ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ട് വേർക്കുന്നത്. ചൂടില്ലേ? ഷീറ്റിന്റെ ഉൾഭാഗങ്ങൾക്ക് വരുമ്പോഴേ ഭയങ്കര ചൂട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ചൂട്. ഒരു ഓവൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഫീൽ. ഇതിപ്പോൾ KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. ഇത് 2020 മോഡൽ XC വേരിയന്റ്. XC ബേസ് ആണ് വരുന്നത്. പക്ഷേ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോയിലേക്ക് നോക്ക്. ഓ, നല്ല ഗ്രാൻഡ് അലോയാണ്. അലോയ്, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ, സീറ്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എക്സെറ്റ് ആക്കിയോ? എക്സെറ്റ് പ്ലസ് ആക്കിയോ? എക്സെറ്റ് പ്ലസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു വാഹനം. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ? പവർ വിൻഡോ ബാക്കിൽ ഉണ്ടാവില്ല, ഫ്രണ്ടിൽ 2 ഡോർ. ഇതിനെന്താ പേര് അറിയാം? ഇതിപ്പോൾ എന്തും പറയാം. DRL അല്ലല്ലോ, എന്തും പറയാം. എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം അനുസരിച്ചിരിക്കും അതിന്റെ പേര്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇൻഡിക്കേറ്റർ ആക്കാം. ഓക്കെ. 20 മോഡലുണ്ട്, പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 38,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. 20 രജിസ്ട്രേഷൻ 20 മോഡൽ വരുന്ന വാഹനം തന്നെയാണ്. ഓക്കെ. പെരുമ്പാവൂർ രജിസ്ട്രേഷൻ്റെ ഒരു പെട്രോൾ ഒരു 15-16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. അത് മാക്സിമം മൈലേജാണ്. ഓക്കെ. വേറെ കാര്യപ്പെട്ട വർക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ അൾട്രോസ് ഒരുപാട് വാഹനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ആരും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കോമൺ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. കുഴപ്പമില്ലാത്തൊരു കോമൺ ആയിട്ട് നമ്മൾ പല കംപ്ലയിൻസും പല വണ്ടിക്കും നമ്മൾ ഇവിടുന്ന് പറയാറുണ്ട്. ട്രൂ ചോയ്സ് ആണ് എല്ലാ വണ്ടികളുടെയും കംപ്ലയിൻറ്റുകളെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കറക്റ്റായിട്ട്. ഒരുമാതിരി വണ്ടികളിലൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കിട്ടി. എന്താ? ഒരു ഹോണ്ട സിറ്റി ഡീസൽ വാഹനം മിസ്സിങ്. അതായത് നമ്മൾ പാർട്ടിയിലിരുന്ന് വാഹനം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മിസ്സിങ് വണ്ടി, ഭയങ്കര മിസ്സിങ്. ഡീസൽ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഫുൾ ചെക്ക് ചെയ്തു. എല്ലാ വർക്ക്ഷോപ്പിലും കയറ്റി ചെക്ക് ചെയ്തു. ആർക്കും പ്രശ്നം കണ്ടെത്താൻ കഴിയുന്നില്ല. പമ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പമ്പ് 2-3 പ്രാവശ്യം പമ്പ് മാറ്റി വെച്ച് നോക്കി, പക്ഷെ പ്രശ്നം തീർന്നില്ല. അങ്ങനെ 4-ാമത്തെ വർക്ക്ഷോപ്പിൽ എത്തിയപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് ഡീസൽ അധികം ഒഴിക്കുകയാണ്. ഡീസൽ ഒഴിച്ചു, സാധനം റെഡിയായി. ഹോണ്ട സിറ്റി വാഹനങ്ങൾക്ക്, ഡീസൽ എഞ്ചിൻ്റെ വാഹനങ്ങൾക്ക് മിനിമം 5 ലിറ്ററിൻ്റെ മുകളിലെങ്കിലും, അല്ലെങ്കിൽ എത്ര കണക്കുണ്ട് ആ കണക്കിന് മുകളിൽ ഡീസൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാഹനം എഞ്ചിൻ RPM ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ RPM കയറില്ല. പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. അത് ഹോണ്ട സിറ്റിക്ക് മാത്രമല്ല, ഹോണ്ടയുടെ ഒരുവിധപ്പെട്ട വണ്ടികൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് സെലക്ട് കുറച്ച് വണ്ടികൾക്ക് മാത്രമേ എല്ലാ വണ്ടികളും അല്ല പഴയ മോഡൽ അമേസ് ഇല്ലേ, അതായത് സെക്കൻഡ് ജനറേഷൻ അമേസിലും ആ ഡീസൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്. പറയുന്നേക്കാം ഡീസൽ കുറഞ്ഞാൽ പിന്നെ വലിയില്ല വണ്ടി, വലിയേ ഇല്ല വണ്ടി, കയറില്ല. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സിറ്റിക്ക് മാത്രമല്ല, ഇതിനുണ്ട്, അമേസിനുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പുതിയൊരു അറിവും കൂടി കിട്ടി. അത് അറിയാതെ നമ്മൾ എത്രയോ അതിന് പുറകെ ലേബർ ചാർജ് മാത്രം 10,000 രൂപ കണ്ടെത്താനുള്ള പറ്റാത്തത് എന്താണെന്ന് പറ്റാത്തത്. ഓക്കെ. അപ്പോൾ അതൊരു നല്ല അറിവാണ്. ഓക്കെ. അപ്പോൾ ഇതിന് എത്രയായിരുന്നു? 5. ഇത് നമുക്ക് നെറ്റ് 5.45 5.60 5.45 നമുക്ക് നെറ്റ് കൊടുക്കാം. 2000 വണ്ടി. ഒരു 5 ലക്ഷം 490 5 ലക്ഷം വരെ നമുക്ക് ലോണിന് കൊടുക്കാം. 5 വർഷത്തേക്ക് ലോൺ ചെയ്യാൻ 11 സംതിങ് വെച്ചിട്ട് EMI വരും. ഓക്കെ. നല്ല അടിപൊളി പ്രീമിയം ഹാഷ് ബാക്ക് വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബോഡി നല്ല വൃത്തി നിൽക്കുന്ന, അധികം റീപെയിൻ്റ് കാര്യങ്ങളൊന്നും കയറാത്ത. സൈഡ് പ്രൊഫൈൽ ഗംഭീരാണ്. അടിപൊളി അലോയ്സ്. 70-80% ടയേഴ്സും വരും. ഒന്നും ചെയ്യാനില്ല. എടുക്കാം, ഓടിക്കാം. അടുത്ത വണ്ടിയിലേക്ക് എങ്ങനെയാ വന്നിട്ട് ഒരു ടിയോഗ കാണിക്കാണ്ട് പോലെ ടിയാഗോ. അതെ, പ്രത്യേകിച്ച് ട്രൂ ചോയ്സിൽ വന്നിട്ട് KL25 പുനലൂർ രജിസ്ട്രേഷനുള്ള ഓൾഡ് ഷേപ്പ് ടിയാഗോ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ എക്സെറ്റ് പ്ലസ്, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഇന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതും ഡുവൽ ടോണിൽ വരുന്ന വാഹനം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 30 സംതിങ് കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. എക്സെറ്റ് പ്ലസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ്ലാമ്പ് മുതൽ അലോയ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അന്നത്തെ 4 സ്റ്റാർ സേഫ്റ്റി വരുന്ന വാഹനമാണ്. ഇപ്പോഴത്തെ ടിയാഗോന് 5 സ്റ്റാർ ഉണ്ട്. ഇതിന് 4 സ്റ്റാർ ആണ്. ഒരു 16-17 റേഞ്ചിൽ മൈലേജും കിട്ടും. വലിയ കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്ത ഒരു വാഹനം. ഓക്കെ. എത്രയാ ആസ്ക് ചെയ്യുന്നത്?
ഫൈനൽ പറഞ്ഞോളൂ. ഫൈനൽ നമുക്ക് 470 നെറ്റ് കൊടുക്കാം. 4,70,000 എക്സെറ്റ് പ്ലസ് ആണ് 2019. ഇതിന് തന്നെ എക്സ്റ്റിക്ക് ഒക്കെ ചിലപ്പോൾ വില കുറഞ്ഞിട്ട് എക്സെറ്റിന് കിട്ടും 4 എക്സെറ്റ് വരും. എക്സെറ്റ് വരും. ഇപ്പോൾ നമ്മൾ തന്നെ 19 എക്സെറ്റ് എടുക്കുന്നുണ്ട്. 425 നമ്മളൊരു ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിങ്ങളെ മൈൻഡ് അതിലേക്ക് പോരുത്. ഈ ഒരു വില വെച്ചാൽ എക്സെറ്റ് പ്ലസിന്റെ ആണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം ചെറിയ വേരിയേഷനിലാണ് ടിയാഗോല വ്യത്യാസം വരുന്നത്. ഇപ്പോൾ 19 എക്സി ആണെന്നുണ്ടെങ്കിൽ 3 സംതിങ്ങിന് കിട്ടും. 3 സംതിങ് അതാ പറഞ്ഞത്. അത്രയും വ്യത്യാസം ഓപ്ഷനിൽ വരുമ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. എക്സെറ്റ് പ്ലസ് 2019 39,000 കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. റേറ്റ് ഫൈനലാണ് 4 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാം. 5 വർഷം മാസ തവണയിൽ ഒരു 9,000 രൂപ EMI വരും. 9,000 ഏകദേശം EMI. ഓക്കെ. അപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു സേഫ്റ്റി ഉള്ള ഒരു വാഹനം. നല്ല മൈലേജ് ഉള്ള നല്ല കുറ്റിയുറപ്പുള്ള ഒരു വാഹനം. ധൈര്യം എടുക്കാവുന്ന കാര്യപ്പെട്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനം കൂടിയാണ് ടിയാഗോ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തൊരു i20 ആണ്. KL 35 കോട്ടയം പാല രജിസ്ട്രേഷനിൽ i20 എലൈറ്റ് ഷേപ്പിൽ 2018 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിനിലെ ആസ്റ്റ വേരിയന്റ് വാഹനം. ആസ്റ്റ ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ മേലെ വരുന്ന ഓപ്ഷൻസ് ആസ്റ്റ ഓപ്ഷനിലാണ്. 6 എയർ ബാഗിന്റെ വ്യത്യാസമാണ് വരിക. ബാക്കി അലോയ്സ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് വരില്ല, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. അലോയ്സ് ഇല്ലേ? ഇല്ല. 18 അന്ന് അലോയ്സ് വരുന്നില്ല. ലാസ്റ്റൊക്കകത്ത് കുറഞ്ഞ വണ്ടികളിൽ അലോയ്സും പിന്നെ ബട്ടൺ സ്റ്റാർട്ടും വരാത്ത വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് കാറ്റഗറി ആയിട്ട് ഇറങ്ങിയിട്ടില്ല. ആസ്റ്റ ഓപ്ഷൻക്ക് പോയി അന്നത്തെ. അല്ല, 2018 ആസ്റ്റയിൽ അലോയ്സും ബട്ടൺ സ്റ്റാർട്ടും വരുന്ന വണ്ടികളുണ്ട്. ഓപ്ഷൻ അത് 2 ടൈപ്പായിട്ട് ഇറങ്ങുന്നത്. ഇത് വരാത്തതും വന്നത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റണിൽ മാഗിനകത്ത് പുഷ്പട്ടം വരുന്നുണ്ട്, സ്പോർട്സിനകത്ത് പുഷ്പട്ടം വരുന്നില്ല. അത് ഈ ഹ്യൂണ്ടായിന്റെ i20 i20കളിലൊക്കെ ഫീച്ചേഴ്സ് വേരിയൻസ് ആകെ തല തിരിച്ചിട്ടാണ് ഇത് കമ്പനി ഇറക്കിയിട്ടുള്ളത്. ആർസിയിൽ ആസ്റ്റ i20 ആസ്റ്റ തന്നെ വരുന്നുണ്ട്. പക്ഷേ സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്ന ആസ്റ്റക്കകത്ത് വരുന്ന സ്ക്രീന്, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ ഇല്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. വൈപ്പർ ഇല്ല, അലോയ്സ് ഇല്ല, ടൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്. ഞാൻ ഇത് ഹ്യുണ്ടായിക്കാരോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ആസ്റ്റ എന്ന് പറയുന്ന മോഡൽ ഇനി ഇറക്കിയത്? പിന്നെ മാഗ്നാന്റെ വിളിച്ചാൽ പോരെന്നാൽ. അല്ല, മാഗ്നക്ക് ഇതൊന്നും വരില്ല, സ്റ്റീരിയോ കാര്യങ്ങൾ ഇതൊന്നും വരില്ല. ഓക്കെ. എന്തായാലും സ്പോർട്സ് പ്ലസിലടക്കം അലോയ്സ് കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് ഓപ്ഷനിൽ 2015 അലോയ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഇത് വേരിയന്റ് ഇട്ടിട്ടുള്ളവർ. ഓക്കെ. എന്തായാലും പോട്ടെ. ആസ്റ്റ 2018. അതെ. ഓക്കെ. ഓട്ടം നോർമൽ ആ പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടോ. അതെ. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. വേറെ തട്ട് കാര്യങ്ങളൊന്നും ലെസ്റ്ററില്ല. വിൻഷീൽഡ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. വിൻഷീൽഡ് മാത്രമല്ല. ഹ്യുണ്ടായിന്റെ ഗ്ലാസ്സിലുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും കാണാനില്ല. 4 സ്റ്റിക്കേഴ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കുക, ദൂരെ തന്നെ ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കുക. 4 സ്റ്റിക്കർ മുന്നേ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് മാത്രം റീപ്ലേസ്, വേറെ ഫ്രണ്ട് തട്ടോ കാര്യങ്ങളൊന്നുമില്ല, ബോണ്ടോ കാര്യങ്ങളോ ഒരു അടിയോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാത്രം സ്റ്റെറി ഉള്ളതാണ്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയ വാഹനം. ഓക്കെ. ഒരു 13, 14, 15 മൈലേജും 12 മുതൽ 15 വരെ. 15 വരെ. എത്ര നമുക്ക് ഓഫറിൽ 6ന്റെ മുകളിലൊക്കെ ആസ്കിങ് ഉണ്ട്. നെറ്റ് 560 എടുക്കാം. അതിൽ പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്ത് കൊടുക്കാം. 2018 ആസ്റ്റ 5,60,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഈ മന്തിന്റെ ഓഫറാണ് 560. പ്രൈസ് അതിന്റെ മുകളിലുള്ള പ്രൈസ് നോക്കിക്കോ, 635 പ്രൈസ് ആണുള്ളത്. മന്തിൽ നമുക്ക് 560 റേറ്റ് കുറച്ച് കൊടുക്കാം. ഇതിൽ ലോൺ എത്ര കയറും? ഫുൾ ലോൺ കയറുന്ന ഒരു വാഹനം കൂടിയാണ്. ഏകദേശം 5.5 റേഞ്ചിലൊക്കെ ലോണും കയറും. ലോൺ ചെയ്യാം. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 13 രൂപ റേഞ്ചിൽ. ഓക്കെ. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കോമ്പാക്ട് എസ്യുവികളിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളൊരു വാഹനം തോന്നുന്നില്ല. എന്ത് സംഭവിച്ചു? മാഗ്നറ്റ് ഇത്രയും കാലത്തൊരു മൂവിങ് എന്താണെന്ന് അറിയില്ല. നല്ല രീതിയിൽ ഇറങ്ങണ്ട. ഇതിന്റെ ഷേപ്പ് കൊണ്ടായിരിക്കും, ഇതിന്റെ ലുക്ക് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും. KL 29 രജിസ്ട്രേഷൻ. ഇതിന്റെ തന്നെ റിനോയുടെ കൈഗർ ഉണ്ട്. പക്ഷേ ഇതിൽ കൈഗറിനേക്കാൾ മൂവിങ് ഇതാണ്, മാഗ്നറ്റ് ആണ്. ഡിസൈൻ കൊണ്ട് തന്നെ ആയിരിക്കും. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 21 മോഡൽ വരുന്നതാണ്. XC എന്നുള്ള വേരിയന്റ്. XC ബേസ് ആണോ വരിക? ബേസ് മോഡൽ. ബേസ്. ഓക്കെ. പക്ഷെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. 25 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 മോഡൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ. എങ്ങനെ 25 കിലോമീറ്റർ? 25,000. 25,000 കൺഫ്യൂഷൻ അടിച്ച്. 25 കിലോമീറ്റർ ഷോറൂമിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ 25 കിലോമീറ്റർ ചോദിച്ചേ. അല്ല, അവിടുന്ന് ഇവിടത്തെ കോട്ടയം ഇറങ്ങില്ല. സീറ്റോർ പൊട്ടിച്ചിട്ടില്ല. ഓക്കെ. സീറ്റോർ പൊട്ടിക്കിട്ടില്ല. ഓക്കെ. നല്ലൊരു അടിപൊളി വാഹനം, നല്ലൊരു വൃത്തിയുള്ള കോമ്പാക്ട് XC ടൈപ്പ്. പറയാൻ പറ്റൂല, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ. അതെ. ഒന്നും പറയാൻ പറ്റില്ല. 21 മോഡൽ. ഓക്കെ. ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നുണ്ട്? 2 ഡോർ പവറിന്റെ വരുന്നത്. 4 ഡോർ വരുന്നുണ്ടോ? അല്ല, 4 ഡോർ പവറിന്റെ ഉണ്ട്. 4 ഡോർ പവറിന്റെ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. സ്ക്രീൻ ഉണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്താണ്. അഡീഷണലി ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. അത്യാവശ്യത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഓക്കെ. ഒരു ക്ലെയിമോ പരിക്കൊന്നുമില്ലല്ലോ? മേജറായിട്ടുള്ളൊന്നുമില്ല. ബമ്പറൊക്കെ മേജറായിട്ടുള്ളൊന്നുമില്ല. ഓക്കെ.
ഒരു നിയമം പരിക്കില്ലാത്ത വണ്ടികൾ വളരെ അപൂർവലേക്കരം. അപൂർവമായിരിക്കും. നമ്മൾ വാക്കുകൾ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കണം. കാരണം ക്ലെയിം ഞാൻ ഉദ്ദേശിച്ച മേജർ ക്ലെയിം തന്നെ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് അങ്ങനത്തെ അല്ല. എന്തായാലും ബമ്പറൊക്കെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും 25 കിലോമീറ്ററിൻ്റെ ഇടയിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അറിയില്ല. പക്ഷേ നമ്മൾ എല്ലാവരും വരുന്ന കസ്റ്റമറൊക്കെ ബമ്പർ എന്തായാലും റീപ്ലേസ് കൊണ്ടൊന്നും വണ്ടിക്കൊന്നും വരാനൊന്നും പോകുന്നില്ല. അതെ അതെ അതെ. മെയിനായിട്ടുള്ള ചേസോ അല്ലെങ്കിൽ അപ്രോണോ അങ്ങനത്തെ ചേസ്, അപ്രോണ്, ബോണറ്റ്, ഗ്ലാസ് ഇതിലൊക്കെ ഡാമേജ്, മെയിൻലി ചേസും അപ്രോണും ഒക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീസെയിലിനും ഇതിനൊക്കെ ബാധിക്കുന്നത്. ബമ്പറിനോടനുബന്ധിച്ച് റേഡിയേറ്റർ കണ്ടൻസർ സാധനങ്ങളൊക്കെ മേ ബി ഏത് നിമിഷം മാറാൻ ഒരു കല്ലടിച്ചാൽ തന്നെ സാധനം പൊട്ടിയിട്ട് പോകും. ഓക്കെ. അപ്പോൾ 2021 മാഗ്നൈറ്റ് XE 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി എത്ര കൊടുക്കാം? നെറ്റ് നമുക്കിത് 5,25,000 രൂപ കൊടുക്കാം. 5,5 ലക്ഷം രൂപ അല്ല? 5,5 ലക്ഷം രൂപ. 21 മോഡൽ എങ്ങനെയാലും മാഗ്നറ്റ് 6 ലക്ഷത്തിന് താഴത്തേക്ക് ഉണ്ടാവും, വളരെ കുറവാണ്. ഓക്കെ. 6 ലക്ഷത്തിന് മുകളിലും 5,400 നമുക്ക് നെറ്റ് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഒരു പുതിയ ഷേപ്പ് വാഹനം സ്വന്തമാക്കാം. കോമ്പാക്ട് SUV താല്പര്യമുണ്ടോ പെട്ടെന്ന് തന്നെ ഒഴിച്ചോളൂ. ഫുൾ ഓൺ ചാൻസ് ഇല്ല? ഫുൾ ഓൺ ഏകദേശം ഫുൾ ഓൺ കയറും. 5 വർഷത്തേക്ക് കയറും. ഒരു 12 രൂപ റേഞ്ചിൽ കിട്ടും. 12 രൂപ റേഞ്ചിൽ EMI വരും 5 വർഷത്തേക്ക്. ഇതിന് മാനുവലാണിത്. ഇതിന് മൈലേജ് എത്ര വരുന്നുണ്ട്? 15 ഒക്കെ ആവറേജ് വരുള്ളൂ. 15. എനിക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് 13 കിട്ടിയിട്ടുണ്ട് ആവറേജ്. ഇതിന് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്, ടർബോ വരുന്ന എഞ്ചിൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി പവർ കൂടും, മൈലേജ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ. ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ ആണ്. KL 23 രജിസ്ട്രേഷൻ വരുന്നത്. 23 കരുനാഗപ്പള്ളി. ഓക്കെ. പറഞ്ഞോളൂ. 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ എഞ്ചിൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 75 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. 2019 മോഡലാണ്. XMA എന്നുള്ള പേരിൽ വരുന്നത്. XM ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അല്ല? AMT ഗിയർ ബോക്സ് ആണ് വരിക. അതെ. മാനുവൽ പോലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. 12-15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. നല്ലൊരു കുറ്റിയുറപ്പുള്ള മറ്റൊരു വാഹനം. 5 സ്റ്റാർ സേഫ്റ്റി. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 സ്റ്റാറിൽ ഇറങ്ങിയ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ. ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടുന്ന പലരുണ്ട്. ഇതിന് കുറച്ചും കൂടി ഒരു മസ്കുലർ ലുക്കാണ്. മസ്കുലർ ലുക്കാണ് ഈ ഒരു ഷേപ്പിന്. ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല, പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. XM ആയതുകൊണ്ട് തന്നെ ബേസിക് വേണ്ട 4 ഡോർ പവറിൻ്റെ ബേസിക് പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല ടയർ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് നല്ല ടയർസ് ആണ്. പുറകെ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നെറ്റ് നമുക്ക് 6,45 നെറ്റ് കൊടുക്കാം. 2019 XM ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ. 6,45 അല്ല? 6,45 നെറ്റ് പ്രൈസിന് കൊടുക്കാം. ലോണ് EMI ഒരു 6 ലക്ഷം വരെ നമുക്ക് ലോണും കിട്ടും. ഒരു 6,400 ചെയ്യാം. 5 വർഷത്തെ മാസത്തവണയിൽ 2019 5 വർഷം ചെയ്യാൻ പറ്റും. ഒരു 13 സംതിങ് വെച്ചിട്ട് EMI 5 വർഷത്തേക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതെ പെട്ടെന്ന് തന്നെ വിളിക്കാം, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്. ഒരു 30 ചില ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ഈ കിടക്കുന്ന കംപ്ലീറ്റ് ലൈന് ഓട്ടോമാറ്റിക് മാത്രമാണ്. ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. ചെറുതും നാനോ മുതൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളും സെപ്പറേറ്റ് ഓട്ടോമാറ്റിക്കിന് ഇതാക്കിയാണ്. ഈ ഒരു മൊത്തം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമേ. ഓക്കെ. എല്ലാം ഉണ്ട് കേട്ടോ, ഏത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നിനെ പ്രതിനിധീകരിച്ച് ഇതിനെ പറഞ്ഞുള്ളൂ, അതൊന്നുമില്ല. ഓക്കെ. അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത മാസം, ഓരോ മാസം നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം മിസ്സായി പോയി. ഓക്കെ. അടുത്ത മാസം നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള കൂടുതൽ എൻക്വയറീസിന് നിങ്ങൾക്ക് ട്രൂ ചോയ്സിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ട്രൂ ചോയ്സിൻ്റെ നമ്പർ, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യം, ട്രൂ ചോയ്സിൻ്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം വരാൻ പോകും. ഞങ്ങൾ ബ്രാൻഡിങ്ങോടനുബന്ധിച്ച് എന്താണ് ട്രൂ ചോയ്സ് പവേർഡ് ബൈ എന്നുള്ള പുതിയൊരു പേരും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത മാസത്തോടെ അതിന്റെ ലോഞ്ചിങ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ആപ്പിന്റെ ഡാറ്റ കംപ്ലീറ്റ് എല്ലാം ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡാറ്റ അപ്ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വന്നിട്ട് നേരിട്ട് കാണുന്നില്ല, ഫുൾ ഡീറ്റെയിൽ റിപ്പോർട്ട് അടക്കമുള്ള ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇവരുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം അത് മറന്നു വേണ്ട. വാഹനം നിങ്ങളുടെ വാഹനം വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വാഹനം വിൽക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ മാക്സിമം വിലയിൽ നിങ്ങളുടെ വാഹനം പർച്ചേസ് ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ വാഹനം വിൽക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, കമൻറ്റ് ഒക്കെ വരിക. ഓക്കെ. അടുത്തൊരു വീഡിയോ കാണാം. അനീസ്ക, താങ്ക്സ്. എല്ലാവർക്കും നന്ദി. ബൈ.